ആഹാ വന്നോ? നീ പിന്നെ എന്ത് കരുതി? ഞാൻ അതുവഴി ഒരു പോക്കങ്ങ് പോകുന്നു. ഇങ്ങനെ ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയാതിരി ദീപിക. എന്റെ ചങ്ക് പിളർത്തുന്ന വാർത്തകള് ഉടനെ വരുവാടാ. അല്ല, വക്കീൽ സിദ്ധാർത്ഥനൊപ്പം ഉണ്ടായതുകൊണ്ട് ഇത്ര പെട്ടെന്ന് തിരിച്ചു വരുമെന്ന് ഞാൻ ഓർത്തില്ല. രാവിലെ ഞാൻ നിന്നോട് പറഞ്ഞതാ നീ ചെരുപ്പടി വാങ്ങിക്കുന്നു. ഞങ്ങൾക്കേ കന്യാകുമാരി പോയി സൂര്യാസ്തമയം ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷേ മഴയായി പോയടാ. ആഹാ, എഴുന്നള്ളിയോ? നീ മനോഹരനെ കണ്ടോ? കാണാതെ പിന്നെ കാണാനല്ലേ പോയത്. അതെ, ചോദിച്ചതിന് മാത്രം ഉത്തരം പറഞ്ഞാ മതി. നിന്റെ നാക്കിന് മുഴക്കോലിന്റെ നീളം ഉണ്ടെന്ന് എനിക്കറിയാം. അത് ഈ വിലാസിനിയുടെ അടുത്ത് വേണ്ട. അച്ഛനെ കണ്ടു മുത്തശ്ശി. എന്തു പറഞ്ഞു മനോഹരേട്ടൻ? നമ്മുടെ എന്തെല്ലാം കുറ്റങ്ങൾ ഇവൾ അങ്ങോട്ട് പറഞ്ഞു എന്ന് ചോദിക്കും. എന്റെ മുത്തശ്ശി, ഞാൻ ഒരു കുറ്റവും പറഞ്ഞില്ല. അമ്മയും മുത്തശ്ശി എന്ത് പറയുന്നു അച്ഛൻ ചോദിച്ചു. സുഖായിരിക്കുന്നു ഞാൻ പറഞ്ഞു. പരമാനന്ദാണല്ലോ. ഞാനിവിടെ ആനന്ദ തുന്തിലയായി ഡാൻസ് കളിക്കാന്ന് പറയായിരുന്നില്ലേ? അതെ, നടരാജ നൃത്തം. അതോടനെ ചിലരുടെ നെഞ്ചത്ത് നടക്കും താണ്ഡവം. അമ്മ അച്ഛന് കുഴപ്പമൊന്നുമില്ല, നല്ല ധൈര്യത്തില. അപ്പൊ മക്കുണൻ അവിടെ അങ്ങ് കൂടാൻ തീരുമാനിച്ചു അല്ലേ? അച്ഛൻ അടുത്ത 2 ദിവസത്തിനകത്ത് ജാമ്യം കിട്ടും മുത്തശ്ശി. നിന്റെ വക മുൻവിധിയൊന്നും വേണ്ട. അച്ഛൻ എങ്ങനെ മിനിങ്ങിട്ടുണ്ടോ? അല്ല, ഈ ജയിൽ ചപ്പാത്തിക്ക് പോഷകഗുണം കൂടുതല. അനുഭവം ഗുരു. നീ കൂടുതൽ സംസാരിക്കണ്ട. ഉള്ളിൽ നീ ആഘോഷിക്കാണെന്ന് എനിക്കറിയാം. അയ്യോ, നമ്മളൊന്നും മിണ്ടുന്നില്ലേ? മൗനം വിദ്വാനുഭൂഷണം എന്നാണല്ലോ. കൊജ്ഞാണനും തദൈവ എന്നും കൂടിയുണ്ട്. ആ ഡോക്ടർ, മെഡിസിൻ എടുക്കുന്നുണ്ട് ഞാൻ. മൂഡ് സ്വിംഗ് ഇടയ്ക്ക് വരാറുണ്ട്. BP നോക്കുന്നുണ്ട്.